സത്യസന്ധമാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ കാലാനുസൃതമായ മാറ്റം, കാലാനുസൃതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അങ്ങൊന്ന് ഒന്ന് വർണ്ണിച്ചാൽ നന്നായിരുന്നു. പിന്നെ പല സന്യാസി ശ്രേഷ്ഠന്മാരും സന്യാസിമാരെ പോലെയുള്ളവരുമൊക്കെ കാലാനുസൃതമായ മാറ്റം ഒരു ഭയങ്കര സംഭവമാണ്. കാലാനുസൃതം എന്ന് പറഞ്ഞാൽ കാലാനുസൃതം എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. കാലത്തിന് അനുസരിച്ച് മാറുക എന്നാണ് കാലാനുസൃതമായ മാറ്റം എന്ന് പറഞ്ഞത്. കാലത്തിന് എല്ലാവർക്കും മനസ്സിലാവും സന്തോഷി. അത് ഞാൻ പറഞ്ഞു വരാം. ഞാൻ പറഞ്ഞു വരാം. അതായത് നമ്മളിപ്പോ കേൾക്കുമ്പോ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡാണ്, എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കാലാനുസൃതമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. എല്ലാവരും പറയും കാലാനുസൃതമായിട്ടുള്ള മാറ്റം വേണം കേട്ടോ എന്തിലും എന്ന് പറയും. പക്ഷെ അതിനകത്ത് രണ്ട് പ്രയോഗങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ പ്രയോഗം വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഒന്നാമത്തെ പ്രയോഗം കാലാനുസൃതമായിട്ട് നമ്മൾ മാറുകയല്ല. ഭാരതീയ ദർശനം, ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്രചിന്ത, ഹൈന്ദവ ദർശനം എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് മാറുകയല്ല, കാലത്തെ നമുക്ക് അനുഗുണമാക്കി മാറ്റുന്ന ജീവിത രീതിയാണ് കാലാനുസൃതമാക്കി മാറ്റുന്ന രീതി. അതായത് കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയാൽ കൽപ്പാന്തം വേഗം എത്തും. നമ്മൾ ചെയ്യുന്നത് മറ്റു ദേശങ്ങളെ പോലെയല്ല. നമ്മള് ഭാരതീയര് ചെയ്യുന്നത് സപ്തഭൂഖണ്ഡങ്ങളും ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ദേശം ഇവിടെയാണ്, ഭാരതമാണ്. സാത്വിക ഭക്ഷണം, സാത്വിക ചിന്ത, വൈഷ്ണവാരാധന. ഇവിടുത്തെ വൈഷ്ണവാരാധനയുടെ ഫലമാണ് ഈ കൽപ്പവൃക്ഷത്തെ നട്ടുകൊണ്ട് ഈ കൽപ്പവൃക്ഷായ നമ എന്ന് പറയുന്ന, ഈ മഹാവൃക്ഷ പ്രകൃതേ നമ എന്ന് പറയുന്ന, ഈ വൃക്ഷായ നമ എന്ന് പറയുന്ന മഹാമന്ത്രങ്ങളിലൂടെ വൈഷ്ണവ ശക്തിയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കേന്ദ്രമായിട്ട് ഈ വൃക്ഷ പരിപാലനത്തിലൂടെ കാൽപാന്തത്തെ അകറ്റുന്ന കാലാനുസൃതമായിട്ടുള്ള മാറ്റമല്ല, കാലത്തെ അനുഗുണമാക്കുന്ന മാറ്റമാണ് ഭാരതത്തിന്റെ ദർശനം. അതാണ് നമ്മുടെ ആചാര്യന്മാർ പഠിക്കേണ്ടത്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. കാലത്തിനനുസരിച്ചാണ് നമ്മൾ മാറണമെങ്കിൽ പണ്ടേ നമ്മളെല്ലാം പോയേനെ. അപ്പൊ ഋതുചര്യകളിലൂടെ 12 സൂര്യന്റെ ദ്വാദശ ഭാവത്തെ 12 മാസങ്ങളിലൂടെ ഋതുസംക്രമ പൂജകളിലൂടെ 9 മണ്ഡലങ്ങളാക്കി കാലത്തെ ഡിസൈൻ ചെയ്തുകൊണ്ട് 40.583 ദിവസം നീളുന്ന 9 മണ്ഡലങ്ങളിലൂടെ നമ്മളുടെ ദിനചര്യകളെ, ഋതുചര്യകളെ നിശ്ചയിച്ച് ഓരോ ദേശത്തിനനുസരിച്ച് വസ്ത്രധാരണ രീതിയെ ചിട്ടപ്പെടുത്തി. ഇപ്പൊ പഞ്ചാബിലുള്ളതല്ല കേരളത്തില്. അപ്പൊ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ അങ്ങയോട്. ഇവിടെ സാമാന്യ ജനങ്ങൾക്ക് അറിയാവുന്നത് മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ഉള്ള 41 അല്ല 40.583 ദിവസങ്ങൾ പറയുന്ന ആ മണ്ഡലകാലം മാത്രമാണ് എല്ലാവർക്കും അറിവുള്ളത്. അതെ. 50 മണ്ഡലങ്ങളായിട്ട് ഒരു വർഷത്തെ തിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അത് ആദ്യത്തെ മണ്ഡലമാണ് കാലമണ്ഡലമെന്നും അതിനുശേഷമുള്ള ഓരോ മണ്ഡലങ്ങൾക്കും പ്രത്യേകതയുണ്ടെന്നും ഇവിടെ ആർക്കും അറിയില്ല. അതിൽ ഏറ്റവും ഇനിയിപ്പോ അടുത്ത മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ആകാശമണ്ഡലം. കാലമണ്ഡലം കഴിഞ്ഞല്ലോ. കാലമണ്ഡലം കഴിഞ്ഞു. അടുത്ത മണ്ഡലമാണ് ആകാശമണ്ഡലം. ആകാശമണ്ഡലത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. വൃശ്ചികം 1 മുതൽ കാലമണ്ഡലം കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മൾ നിൽക്കുന്നത് 41 കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്നത് 41 മുതൽ തുടങ്ങിയത് ആകാശമണ്ഡലമാണ്. ആകാശത്തിന്റെ ഗുണമാണ് ആനന്ദം. ആനന്ദാമൃതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഭാവിക്ക് വേണ്ടിയിട്ട് വൃക്ഷപരിപാലനമാണ് കാലമണ്ഡലത്തിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ, രണ്ടാമത്തെ മണ്ഡലത്തിൽ ആകാശത്തിന് വേണ്ടിയിട്ട് സരസ്വതി ഭാവത്തിൽ സരസ്വതിക്ക് കാരണമായിരിക്കുന്ന ആകാശമണ്ഡലത്തിൽ നമ്മൾ ചെയ്യുന്നത് ആനന്ദമാണ്. താങ്ക് യു. അതായത് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആനന്ദിക്കുകയാണ്. ഉത്സവങ്ങൾ നടക്കുകയാണ്. ഈ 40.583 ശബരിമല ഉൾപ്പെടെയുള്ള കാലമണ്ഡലത്തെ ആഘോഷിച്ച എല്ലായിടത്തും
എല്ലാ ക്ഷേത്രങ്ങളിലും ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള ആകാശമണ്ഡലമാണ്. ഇനി അത് കഴിഞ്ഞ് ആകാശമണ്ഡലത്തിന്റെ 40.583 ദിവസം കഴിഞ്ഞാൽ പിന്നെ മനോമണ്ഡലായി, പിന്നെ ദിക്കുമണ്ഡലം, പിന്നെ അഗ്നിമണ്ഡലം, പിന്നെ ആത്മമണ്ഡലം, പിന്നെ വായുമണ്ഡലം, ഭൂമിമണ്ഡലം, ജലമണ്ഡലം, വീണ്ടും വൃശ്ചികം 1 മുതൽ കാലമണ്ഡലം സ്റ്റാർട്ട് ചെയ്യും, മണ്ഡലകാലം തുടങ്ങും. അപ്പൊ ഈ ഓരോ മണ്ഡലകാലത്തും എങ്ങനെയാണ് നമ്മൾ കാലത്തെ അതിജീവിക്കുവാൻ കാലാനുസൃതമായിട്ടല്ലാതെ കാലത്തെ അനുഗുണമാക്കി മാറ്റുന്ന രീതിയിൽ കാലത്തെ നമ്മൾ ചിട്ടപ്പെടുത്തി കൽപ്പാന്തത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ദിനചര്യയെ ചിട്ടപ്പെടുത്തി, ജീവിത രീതിയെ ചിട്ടപ്പെടുത്തി, ഭക്ഷണത്തെ ചിട്ടപ്പെടുത്തി, വ്രതത്തെ ചിട്ടപ്പെടുത്തി, ഏകാദശി മുതലുള്ള എല്ലാ വ്രതങ്ങളും നോറ്റ് അയ്യപ്പൻ. അതെ, അങ്ങനെ ആ ശാസ്ത്രത്തില്, ഈ ശ്രീധർമ്മശാസ്ത്രം എന്ന് പറയുന്ന ആ ശാസ്ത്രത്തില്, അങ്ങനെയായിട്ടുള്ള ആ ശ്രീധർമ്മശാസ്ത്രത്തില് നമ്മള് അയ്യപ്പൻ അതെ അതെ ആത്മാവിനെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു ശൈവ വൈഷ്ണവ ശക്തിയാണ് അയ്യപ്പൻ. തീർച്ചയായിട്ടും അതാണ് കറക്റ്റ്. അതുകൊണ്ടാണ് ഇത്രയും കോടി ജനങ്ങൾ അങ്ങോട്ട് പോകുന്നതിന്റെ കാരണം അത് തന്നെ. സ്വാമിജി, സന്തോഷ് ജി, തീർച്ചയായിട്ടും. ശബരിമലയില് അറിവാണ് പ്രതിഷ്ഠ. സത്യം 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 സത്യം. അപ്പൊ ഇതാണ് നമ്മള് ഇപ്പൊ നമ്മളുടെ ആചാര്യന്മാര് പറയുന്ന പോലെ കാലത്തിനനുസരിച്ചല്ല നമ്മൾ ചരിക്കേണ്ടത്, കാലത്തെ അനുസരിപ്പിക്കുന്ന രീതിയിൽ. കാലം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ലോകത്തിന് മാത്രമേ കാലമുള്ളൂ, സമയമുള്ളൂ. അത്രേ ഉള്ളൂ. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ ചേരുമ്പോൾ ജനിക്കുന്നതാണ് സമയം, കാലം എന്ന് പറയുന്നത്. അത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവഗണം, ജൈവഗണം, ശൈവഗണം എന്ന് പറയുന്ന ത്രിഗണ വൈഭവത്താലാകുന്നു ഭാവി, ഭവി, ഭൂതം എന്ന് പറയുന്നത്. ആ ത്രികാലങ്ങളെ ചേർത്ത് വെച്ച് സഞ്ചരിക്കുന്ന ജീവലോകത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവശാസ്ത്ര നിലയങ്ങളായിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഉള്ളിടത്തോളം കാലം, അത് സനാതനമായി തുടരുന്നിടത്തോളം കാലം കൽപ്പാന്തം അകന്ന് തന്നെ നിൽക്കും. 40.583 ദിവസം നീളുന്ന 9 മണ്ഡലങ്ങളാക്കി വർഷത്തെ ചിട്ടപ്പെടുത്തുകയും അതിലൂടെ ദിനചര്യയെ കൃത്യമാക്കി പോവുകയും ഭാവിക്ക് വേണ്ടിയിട്ട് വൃശ്ചിക കാലത്തിൽ തുടങ്ങുന്ന ആ മണ്ഡലാനുഷ്ഠാനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ 4,32,100 വർഷം കലിയുഗം മുന്നോട്ട് പോകും. അതല്ലേ കാലം കെട്ടടങ്ങും. ഈ പാലാഴി, ഈ വിഷ്ണുവിന്റെ പാലാഴി അപ്രത്യക്ഷമാകും, ഖണ്ഡമാകും, സമുദ്രം ഏകമാകും. ഇതാണ് ഇതിന്റെ സയൻസ്. ഇപ്പൊ നമ്മളുടെ ഇപ്പോഴുള്ള ആചാര്യന്മാർ പറയുന്നതല്ല, കാലത്തിനനുസരിച്ച് മറ്റുള്ളവർ പോക്കോട്ടെ, ഭാരതീയര് പോകേണ്ടത് കാലത്തിനനുസരിച്ചല്ല, കാലത്തെ അനുസരിപ്പിച്ച് കാലത്തെ നമുക്ക് അനുഗുണമാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ജീവിത രീതിയെ ചിട്ടപ്പെടുത്തി ഋതുചര്യയിലൂടെയാണ് പോകേണ്ടത്. കാറ്റിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ടാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്. സത്യമാണ് അങ്ങ് പറഞ്ഞൊക്കെ സത്യമാണ്. ഇപ്പൊ ഹരിസ്വാമിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നത് ഈ വിഷയം. അപ്പൊ ഇതിന്റെ യഥാർത്ഥ വശം ഇതാണ്. നമുക്ക് നമ്മളുടെ ഭാരതത്തിന്റെ വേദശാസ്ത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം 100 വട്ടം ചിന്തിച്ചാൽ മാത്രമാണ് അതിനകത്തൊന്നും നമുക്ക് അതിന്റെ പൊരുളിനെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, സത്തറിയാൻ പറ്റുള്ളൂ. മോഹൻജി കേൾക്കുന്നുണ്ട്, ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഈ കാലാനുസൃതമായിട്ടുള്ള മാറ്റം ആണോ വേണ്ടത്, കാലത്തെ അനുസരിപ്പിച്ച അനുഗുണത്തിലേക്ക് കൊണ്ടുവന്ന് കാലത്തെ നമുക്കൊപ്പം ചേർത്ത് കാലസഞ്ചാരം ചെയ്യലാണോ വേണ്ടത്? അതായത് ഈ കാലത്തിന് കാരണമായിരിക്കുന്ന ബേസായിരിക്കുന്ന ബീജം കാളയാണ്. ഭൂമി സഞ്ചരിക്കുന്നത് ഋഷഭവാഹനത്തിന്റെ മുകളിലാണ്. ആ ഋഷഭവാഹനത്തെ വലിക്കുന്നത് 2 ചക്രങ്ങൾ ഉള്ള ആ 2 ജീവലോകമാണ്. ഒന്ന് സസ്യലോകവും ജന്തുലോകവുമാണ്. ആ ഋഷഭം വലിക്കുന്ന ഈ 2 ചക്രങ്ങളുമുള്ള ആ വണ്ടി ഓടിക്കുന്ന വണ്ടിക്കാരൻ മനുഷ്യനാണ്. മനുഷ്യന്റെ ആയുസിന്റെ പെരുക്കമാണ് യുഗപ്പെരുക്കം. അപ്പൊ നമ്മൾ അങ്ങനെ ഓടിക്കുന്ന ആ കാളയെ മുന്നോട്ട് നയിക്കുന്ന വണ്ടിക്കാരൻ കാളയുടെ മാംസം തിന്നുകൊണ്ട് കാലത്തെ കൊന്നൊടുക്കണോ, അതെയോ
കാലത്തിനനുസരിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണോ? കാലാനുസൃതമായ കാലത്തിനല്ല പോകേണ്ടത്. വേണ്ട വേണ്ട വേണ്ട. അല്ല, അനുസൃതമായ കാലത്തിനല്ല പോകേണ്ടത്. വഹിക്കുന്ന കാളെ കൊല്ലണ്ട, വഹിക്കുന്ന കാളെ കൊല്ലണ്ട. അത് തന്നെയാണ് ഭാരതം എന്നും മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത്. ആ കാളയുടെ, ഈ കാലത്തെ വലിക്കുന്ന ആ കാളയുടെ, ആ കാലത്തിന്റെ ബീജത്തെ വഹിക്കുന്ന ആ ഋഷഭത്തെ ഗർഭത്തിൽ ധരിക്കുന്ന ആ ഋഷഭത്തിന്റെ മാതാവാകിയാൽ ഗോമാതാവ് ഗോക്കള് സർവ്വജീവലോകത്തിന്റെ. അതെ അതെ. എന്ന് വെച്ചെന്നാൽ ഏത് ബേസ് ആയിരിക്കുന്ന ഏത് ബീജമാണോ ഭൂമിയിൽ നിന്ന് നടത്തിയാൽ ബാക്കി സർവ്വ ബീജവും അപ്രത്യക്ഷമാകുന്നത് അത് ഋഷഭത്തിൻ്റെതാണ്. ആ ഋഷഭത്തെ സൃഷ്ടിക്കുന്നത് മഹാവൈഷ്ണവ ശക്തിയാണ്. ആ മഹാവൈഷ്ണവ ശക്തിക്ക് സ്ത്രീയെ കൊടുക്കുന്നത് ഈ ഗോമാതാവാണ്. ആ ഗോമാതാവ് കൊടുക്കുന്ന സ്ത്രീയാണ് ഈ മഹാവൈഷ്ണവ ശക്തിയായിരിക്കുന്ന സ്ത്രീ ഹിമാലയത്തിന് നൽകുന്ന ധനം, അതായത് സ്ത്രീ നിധി. ഹിമാലയത്തിന് ഹിമത്തിന്റെ ആലയത്തിന് നൽകുന്നത്. അതെ, ഹിമാലയത്തിന്റെ ഉയരം കൂട്ടുന്നതിന് കാരണമായിരിക്കുന്ന കുബേരൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഹിമാലയത്തെ ഉയർത്തുന്നത്, അതായത് രാജാതിരാജനാക്കി സർവനിധിക്കും അധിപതിയാക്കി കുബേരനെ ഹിമാലയത്തെ ഉയർത്തുന്നതിന് കാരണമായിരിക്കുന്ന സ്ത്രീയെ കൊടുക്കുന്നത് ഈ വൃക്ഷലോകമാണ്, സസ്യലോകമാണ്. ആ സസ്യലോകത്തിന് സ്ത്രീയെ കൊടുക്കുന്നത് ഗോക്കളാണ്. ജലത്തിന് ഉപരിതലത്തിൽ നിലനിർത്താൻ പറ്റുന്നത് ഹിമാലയത്തിന് മാത്രമാണ്. അതെ, അത് ഈ വൈഷ്ണവ ശക്തിയാലാണ് ഹിമാലയം, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ജലം വെച്ചാല്, ഒരു പാത്രത്തിൽ ജലം വെച്ചാൽ അത് കവിഞ്ഞൊഴുകും. അതെ, ഹിമാലയത്തിൽ ജലം ഇരിക്കുന്ന കവിഞ്ഞൊഴുകുന്നില്ല. അതാണ് ഭാരതീയര് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ദർശനം. വൈഷ്ണവമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിലേക്ക് ജലത്തിനെ റീഫില്ല് ചെയ്ത് നിർത്തുന്ന ശാസ്ത്ര ബുദ്ധി ഉണ്ടല്ലോ, ശാസ്ത്രബോധം, അതാണ് ശബരിപീഠത്തിൽ ഇരിക്കുന്ന, ശബരിമലയിലിരിക്കുന്ന ശാസ്താവ്. നമ്മുടെ അന്തരീക്ഷ വായുവിലേക്ക് ജലത്തെ റീഫില്ല് ചെയ്ത് നിർത്തുന്നുണ്ടല്ലോ. ഏത് ഭൂഖണ്ഡങ്ങളെയും, ഭൂമിയായിരിക്കുന്ന മണ്ണായിരിക്കുന്ന ഏത് ഭൂഖണ്ഡങ്ങളെയും മുക്കാൻ പാകത്തിനുള്ള ജലം ഹിമാലയത്തിൽ ഇരിപ്പുണ്ട്. അതെ, ഈ ഹിമാലയത്തിന്റെ വൈഭവത്താലാണ് അന്റാർട്ടിക്ക ഇരിക്കുന്നത്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 4000 കിലോമീറ്റർ തെക്ക് രൂപം കൊള്ളുന്ന മൺസൂണിനെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാനുള്ള ആ വായുവിനെ സാന്ദ്രത ചിട്ടപ്പെടുത്തുവാനുള്ള ശേഷി ഹിമാലയത്തിനുണ്ട്. ഒരു ചോദ്യം, മാളികപ്പുറത്തിനെയും നാഗരാജാവിനെയും വിളിക്കുമ്പോൾ ഒരു ഭയങ്കര എഫക്ട് എനിക്കുണ്ടാകാറുണ്ട്. അതെന്താ? നാഗരാജാവിനെയും മാളികപ്പുറത്തമ്മ ലോകമാതാവാണ്, അത് പാർവതിയാണ്. അതിന്റെ രഹസ്യമാണ് അറിയേണ്ടത്. ലോകമാതാവായിരിക്കുന്ന മാളികപ്പുറത്തമ്മ ശബരി പീഠത്തിൽ ഇരിക്കുകയാണ്. ശബരം ജലമാണ്, ശബ്ദത്തെ ജനിപ്പിക്കുന്നത് ജലമാണ്. ആ ജീവന്റെ മായയായിരിക്കുന്ന ആ ജലം പാർവതിയാണ്, മീനാക്ഷിയാണ്. അത് മീനാക്ഷിയാണ്. ആ ജലത്തെ, ആ ശബ്ദത്തെ ജനിപ്പിക്കുന്ന ശബരത്തിന്റെ പീഠത്തിലേക്കാണ് ശരത്തെ ഉപേക്ഷിച്ച് ശരണം വിളിച്ചുകൊണ്ട് ശബ്ദത്തെ ഉയർത്തിക്കൊണ്ട് മാത്രം ശബരി പീഠത്തിലേക്ക് പോകണമെന്ന് പറയുന്നതിന്റെ പിന്നിലെ രഹസ്യം മീനാക്ഷി തന്നെയാണ്. ഈ മീനാക്ഷി ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അപ്പുറത്ത് പശ്ചിമഘട്ടത്തിന്റെ അപ്പുറത്തെ ഇരുമുടിയിൽ, അപ്പുറത്തെ മുടിയില് മധുര മീനാക്ഷി അവിടെ മധുര മീനാക്ഷി ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ചദ്രാവിഡ ദേശങ്ങളിൽ ദിവ്യമായിരിക്കുന്ന ദ്രവ്യം ഭൂമിയുടെ ഉപരിതലത്തിൽ ദ്രാവിഡം തീർക്കുന്നത്, ദിവ്യമായ ദ്രവ്യ ഇടത്തെ തീർക്കുന്നത്. ഈ നാഗരാജാവിനെ വിളിക്കുമ്പോൾ ഭയങ്കര എഫക്ട് എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളുടെയും പ്രതിനിധിയാണ് നാഗം. അനന്തൻ എന്ന് പറഞ്ഞാൽ അനന്ത കോടി ജീവജാലങ്ങളിൽ ശയിക്കുന്നവൻ അനന്തൻ. വാസുകി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വസിക്കുന്നവർ. ശേഷൻ എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്നവർ. സർവ്വ ജീവജാലങ്ങളുടെയും ജന്തുലോകത്തിന്റെയും പ്രതിനിധിയാണ് നാഗം. ഭഗവാനെ, സോറി കേട്ടോ, അറിയാതെ ചുമ്മാ ചോദിച്ച സംശയങ്ങളാ. അതായത് ശിവന്റെ കഴുത്തെ കിടക്കുന്ന ജീവന്റെ ആഭരണം നാഗത്തിന്റെ പ്രതീകമാണ്. നമ്മൾ കഴുത്തിലണിയുന്ന നാഗവട താലി ആ ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന നാഗം തന്നെയാണ്. താലി എന്ന് പറഞ്ഞാൽ അർത്ഥം ശിവൻ എന്നാണ്. പറഞ്ഞു ഞാൻ ശാസ്താംഗം നമസ്കരിക്കുന്നു, വീണ്ടും നമസ്കരിക്കുക കേട്ടോ. അങ്ങനെ അറിവാണ്.
ഒരുപാട് സന്തോഷം. ഒത്തിരി ഇത് കേൾക്കുമ്പോ ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം കേൾക്കുമ്പോ. അങ്ങേപ്പോലുള്ളവര് ഇത് പറയുമ്പോ ഒരുപാട് ധൈര്യം, ഒരുപാട് സന്തോഷം. ഇത്രയും കാലം ഈ അറിവില്ലാത്ത ഈ രാഷ്ട്രീയ നേതാക്കളും എല്ലാവർക്കും അറിവുണ്ട്. ഓരോ തലത്തിൽ നിൽക്കുന്നവർക്ക് അതാത് തലത്തിലുള്ള അറിവുകളാണുള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു എഞ്ചിനീയർക്ക് എഞ്ചിനീയറുടേതായിട്ടുള്ള അറിവുണ്ട്. ഒരു എഞ്ചിനീയർ ഓരോ തലത്തിലും അറിവുണ്ട്. കേട്ടില്ല? അല്ല, ഞാൻ പറയത് എല്ലാവർക്കും കഴിവുകളുണ്ട്. ഒരു പാഴ്ചെടിയുമില്ല, ഒരു പാഴ് വൃക്ഷവുമില്ല, ഒരു പാഴ് ജന്മവുമില്ല. സർവ്വ ജീവലോകത്തിനും ഇവിടെ ദൗത്യങ്ങളുണ്ട്. ഓരോ മനുഷ്യന്റെയും സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവുണ്ട്, ഒരു ആത്മവൈഭവമുണ്ട്, ടാലന്റ് ഉണ്ട്. അതിനെ തിരിച്ചറിയാനും അതിനെ വളർത്താനുമാണ് ഇവിടെ ഉള്ളവര് ശ്രമിക്കേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തകരും ശ്രമിക്കേണ്ടത് അതാണ്. നമ്മളുടെ ജനതയ്ക്ക്, നമ്മളുടെ ഓരോരുത്തർക്കും ഒരുപാട് വൈഭവങ്ങളുണ്ട്. അതിനെ ഉപയോഗിക്കാൻ കഴിയണം. ഗവൺമെന്റിനും പറ്റണം, രാഷ്ട്രീയക്കാർക്കും പറ്റണം, നമ്മുടെ സമൂഹത്തിലെ ആചാര്യവൃന്ദത്തിനും പറ്റണം. എല്ലാവരെയും ഒരേ യൂണിഫോം ഇടിക്കാനായിട്ട് ആരും നോക്കരുത്. അപ്പൊ അതാണ് ഇവിടുത്തെ വിഷയം. ഓരോ ഞങ്ങള് പിരിയുക. അപ്പൊ ആയിക്കോട്ടെ, സന്തോഷം. സന്തോഷം. അപ്പൊ ഹരിസ്വാമിയുടെ പ്രത്യേക സന്തോഷം. ഒരുപാട് സന്തോഷം. എന്റെ പൊന്നു മോനെ, സന്തോഷം കേട്ടോ. ആയിക്കോട്ടെ, നമസ്തേ.